ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ശബരിമലയിലേക്ക് പോവുകയാണ്. ഏത് ശബരിമലയിലേക്കാണെന്ന് അറിയണ്ടേ? ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും രണ്ട് മക്കളും കൂടെ ഇതാ അരകത്ത് ക്ഷേത്രം വഴി കയറി നേരെ മരുതോർക്കടവ് പാലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നല്ല രസമായിട്ട് തന്നെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം വെച്ചിട്ടുണ്ട്. അവിടെ പാലത്തിൻ്റെ അവിടെ നല്ല ലൈറ്ററൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ഇവിടെയായിട്ട് പാട്ടും ദേവിയുടെ പാട്ടും അല്ലാതെ സിനിമാ പാട്ടും ഡിസ്കോ പാട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വലിയ ആൾത്തിരക്ക് ഇല്ലായിരുന്നു, പോകെയായിരുന്നു ആൾത്തിരക്ക്. എല്ലാ ലൈറ്റും ബഹളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്ന രീതിക്കും ഉണ്ടായിരുന്നേ. ക്ഷേത്ര സന്നിധിയിലേക്ക് കയറാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരുപാട് ദൂരം ലൈറ്റൊക്കെ കണ്ട് പോകാൻ പറ്റി. വഴിയോര കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം വെളിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാളൊക്കെ ഉണ്ട്. സ്റ്റാളിൻ്റെ കച്ചവടമൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അതുമാത്രമല്ല, അവിടെ ലഹരി മരുന്നിൻ്റെ വിൽപ്പനയും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് 2-3 പേരെയൊക്കെ അടിച്ച് വെളിയിലൊക്കെ ആക്കി. അപ്പോൾ അതും ശ്രദ്ധിച്ചൊക്കെയാണ് നടക്കുന്നത് എല്ലാവരും. അപ്പോൾ ലൈറ്റിൻ്റെ സംവിധാനങ്ങൾ സൂപ്പറായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് അവരവരുടേതായിട്ടുള്ള ദേശത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റിൻ്റെ ദീപാലങ്കാരം അടിപൊളിയായിരുന്നു. അതേപോലെ മൺചട്ടി വാങ്ങുന്നതിൻ്റെയും സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ തിരക്ക് ഓരോരോ മുക്കിലും മൂലയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ലൈറ്റൊക്കെ കണ്ടിട്ട് നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ചെന്നെത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലായിടവും ലൈറ്റ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങ് ചെന്ന് കയറുന്ന സമയത്തായിരുന്നു നമുക്ക് തിരക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നല്ല അവിടെ ഇവിടെയായിട്ട് അലങ്കാരങ്ങളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്താറായി. വണ്ടി വയ്ക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. വണ്ടി വയ്ക്കാൻ ഭയങ്കര തിരക്കും തിരക്കൊക്കെ കാരണം വണ്ടി ഒരുപാടെടുത്ത് നടന്ന ശേഷമാണ് വണ്ടി വെച്ചത്. പിന്നെ നടന്നായി ഉള്ളിലോട്ട് കയറിയത്. പിന്നെ മീൻ കണ്ടു, ആമയെ കണ്ടു, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. കൊമ്പാരയ്ക്ക് ആവശ്യമുള്ള ഫലങ്ങൾ, ചെറിയ ചെറിയ പാത്രങ്ങൾ, വള, കമ്മൽ, മാല, പൊട്ട് എല്ലാത്തിനും ഞാൻ ഇതാണ് പൂജ വെച്ചിരിക്കുന്നത്. ദേവിക്ക് പാസൊക്കെ ഐറ്റംസും അല്ലാതെ പിന്നെ ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെയും അകത്തോട്ട് കടത്തി വിടുന്നില്ല കച്ചവടം ചെയ്യാൻ. കൂടുതൽ ആളുകൾ കിടക്കുന്നത് കണ്ടിട്ട് കുപ്പികൾ വാങ്ങുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കുപ്പികൾ ഭയങ്കര ട്രെൻഡായിട്ടൊന്നും അല്ലേ. അപ്പോൾ കുപ്പികൾ വാങ്ങുന്നത് എന്നും കൂടി ഉണ്ടായിരുന്നു വാങ്ങണമെന്ന്. പിന്നെ ഒരുപാട് തിരക്കിനിടയ്ക്ക് നിൽക്കാൻ വിഗ്രഹങ്ങളായിട്ട് വിഗ്രഹങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിഗ്രഹങ്ങളും ഞാൻ ഫോട്ടോ എടുത്ത് ശ്രീബുദ്ധൻ്റെ പ്രതിമ, നല്ല കളറ് കൊടുത്തിട്ടുള്ള കള്ളം കുടിക്കാൻ തമ്മിലുമാരെയൊക്കെ എല്ലാം കണ്ടു തിരിച്ച് വീട്ടിലേക്ക്